കെ.പി. രമണിയെ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി CPIM. UDFിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തതിനാണ് നടപടി. ടി.കെ. ഗോവിന്ദന്റെ ഭാര്യയാണ് കെ.പി. രമണി. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അജീഷ്, പ്രതീക്ഷിച്ചിരുന്ന നടപടിയല്ലേ? CPIM വിട്ട കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി.കെ. ഗോവിന്ദന്റെ ഭാര്യയാണ് കെ.പി. രമണി. കെ.പി. രമണി കഴിഞ്ഞ ദിവസം UDFിന്റെ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. ആ കൺവെൻഷനിൽ പങ്കെടുത്തതിനെ തുടർന്ന് തന്നെ ഈ നടപടി പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു അസ്വാഭാവികതയുമില്ല. UDF കൺവെൻഷനിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ഇപ്പോൾ കെ.പി. രമണിയെയും CPIM പുറത്താക്കിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്ന. അജീഷ്, വിവരങ്ങൾ. ഇന്നലെയാണ് തളിപ്പറമ്പിൽ ടൗൺ സ്ക്വയറിൽ നടന്ന ടി.കെ. ഗോവിന്ദന്റെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കെ.പി. രമണി പങ്കെടുത്തത്. കെ.പി. രമണി ആദ്യം വേദിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ടി.കെ. ഗോവിന്ദൻ തന്നെയാണ് സദസ്സിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് DCC പ്രസിഡന്റ് അവരെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട കെ.പി. രമണി പറഞ്ഞത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഭർത്താവിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഈ വേദിയിൽ എത്തിയത് എന്നുള്ളതായിരുന്നു. ഇതിന്റെ പേരിൽ പാർട്ടി നടപടിയെടുത്താലും സാരമില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു നിലപാട്. ഇതിന് പിന്നാലെയാണ് ഇന്ന് ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി ചേർന്നിരുന്നത്. ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് കെ.പി. രമണി. അതിനുശേഷം ഈ പാർട്ടി വിരുദ്ധ നടപടിയെടുത്തതിൽ അതിനെ തുടർന്നാണ് അച്ചടക്ക നടപടിയെടുത്തത്. CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായി എതിർപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു എന്നതാണ് ഇവർക്കെതിരെ കണ്ടെത്തിയ കുറ്റം. അതുകൊണ്ടാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ.പി. രമണിയെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. മുൻപ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും കെ.പി. രമണി ഉണ്ടായിരുന്നു. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം ടി.കെ. ഗോവിന്ദന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയുമായി പങ്കെടുത്തതിനാണ്, UDF വേദിയിൽ പങ്കെടുത്തതിനാണ് ഇപ്പോൾ CPIM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ കെ.പി. രമണിയെ പുറത്താക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.